തലമുറകളായി കൈമാറി വരുന്ന വയലിൻ, അതിൻ്റെ സംഗീതം, ഇതൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു കോഴിക്കോട്ടുകാരൻ, നാടക സംഗീത സംവിധായകൻ കൂടിയായ വിൽസൺ സാമുവൽ. 1.5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ചെക്കോസ്ലോവാക്യൻ നിർമ്മിത വയലിൻ നിധി പോലെ കാത്തു സൂക്ഷിക്കുകയാണ് വിൽസൺ. ചെറുപ്പം മുതൽ തന്നെ വിൻസൻ സാമുവലിന് സംഗീതത്തോട് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു. ഇതറിഞ്ഞ വയലിനിസ്റ്റായ പിതാവ് സാമുവലും മാതാവ് മേരിയും മകന്റെ ഇഷ്ടത്തോടൊപ്പം നിന്നു. പിന്നീട് തന്റെ 12ാം വയസ്സിലാണ് തലമുറകളായി കൈമാറി വന്ന 1.5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ചെക്കോസ്ലോവാക്യൻ വയലിൻ വിൽസണിന്റെ കൈകളിലെത്തുന്നത്. വർഷങ്ങളേറെ പിന്നിട്ടിട്ടും വയലിൻ നിധി പോലെ കാത്തു സൂക്ഷിക്കുകയാണ് വിൽസൺ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ ഉപയോഗിച്ച ചെക്കോസ്ലോവാക്യൻ വയലിനാണ് എനിക്ക് അവർ എൻ്റെ പഠനത്തിനായി നൽകിയത്. അവരെ കാലശേഷം അത് ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 100 ചില്ലാനും വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വയലിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സംഗീതത്തോടൊപ്പം നാടകവും വിൽസണിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ടൗൺ ഹാളിൽ അവതരിപ്പിച്ച മെഴുകുതിരി എന്ന നാടകത്തിൽ വയലിൻ വായിക്കാൻ അവസരം ലഭിക്കുന്നത്. പിന്നീട് നാടക സംഗീത സംവിധായകനായി പ്രവർത്തിച്ചു. ശേഷം സംഗമം തിയേറ്റേഴ്സിന്റെ സാരഥിയായി. സംഗമം തിയേറ്റേഴ്സിൻ്റെ രൂപം കൊടുക്കലോടുകൂടി ഞാൻ പൂർണ്ണമായി നാടകത്തിലേക്ക് എൻ്റെ ജീവിതം പറിച്ചു നടേണ്ടി വന്നു. തട്ടകമറാക്കേണ്ടി വന്നു. കാരണം ദിവസവും നാടകം ഉണ്ടാകുമ്പോൾ എനിക്ക് ഗാനമേളയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോവുകയും ഞാൻ ക്രമേണ ഗാനമേളയോട് ഇവിടെ പറയേണ്ടി വരികയും നാടകത്തിലെ സംഗീതം എന്ന വിഷയത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ എന്നെ നാടകക്കാരൻ എന്ന ഒരു പേരുകൂടി എനിക്ക് ലഭിക്കുകയുണ്ടായി. 7 പതിറ്റാണ്ടുകളോളം നാടകരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന വിൻസൻ സാമുവലിന് 2011 മികച്ച പശ്ചാത്തല സംഗീതകാരനുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.